ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് 2000-ഓളം ആളുകളെ കാണാണ്ടായ ഒരു പീഡിപ്പിക്കുന്ന ഗ്രാമത്തിലേക്കാണ്. രാജസ്ഥാൻ വന്ന ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കണ്ടു. പോരാത്തതിന് ഒരുപാട് കഥകളും കേട്ടു. അങ്ങനെ കേട്ട ഒരു കഥയാണ് കുൽധാര ഗ്രാമത്തിനെ കുറിച്ചുള്ള കഥ. മൊബൈലിൽ അടിച്ചു നോക്കിയപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഗ്രാമങ്ങളിൽ ഒന്നാണ് അത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ 700 രൂപ കൊടുത്ത് ബൈക്ക് റെന്റിനെടുത്ത് ഞാനിപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. നല്ല വെയിലായതുകൊണ്ട് മുഖം എല്ലാം മറച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇതുപോലെ കുറെ ആളുകളെ കണ്ടു. പോരാത്തതിന് ചായക്കടയിൽ നിന്ന് ആ സ്ഥലത്തിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഞാനിപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുൽധാര എന്നുള്ള ഒരു ബോർഡ് കണ്ടു. ഇതൊരു ഉൾഗ്രാമത്തിലുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നിഗൂഢമായ ആ ഗ്രാമത്തെത്തി ഞാൻ നടക്കുമ്പോഴേക്കും ആദ്യം കണ്ടത് ഇതാണ്. ഒരു കല്ലിൽ ഒരു ആണിന്റെയും പെണ്ണിന്റെയും ചെറിയ പ്രതിമ പോലെ. അതിന്റെ തൊട്ടപ്പുറത്ത് ഭൂമിയുടെ അടിയിലേക്ക് ഒരു വഴി ഇറങ്ങിപ്പോണം. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അതിന്റെ അടിയിലേക്ക് ഞാൻ നടന്നു പോവാണ്. ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിൽ പേടിയുണ്ട്. ഇന്ത്യയിൽ തന്നെ പ്രേത ഗ്രാമങ്ങളിൽ ഒന്നാണിത്. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു തിക്കമൂട്ടൽ പോലെ, അതുകൊണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ശേഷം ഈ കാണുന്നതാണ് കുൽധാര ഗ്രാമം. ഒരു കാലത്ത് ഒരുപാട് ബ്രാഹ്മൺസ് ആളുകൾ താമസിച്ച സ്ഥലം. പക്ഷെ ഒരു രാത്രി കൊണ്ട് ഇവിടെയുള്ള 2000-ന്റെ അടുത്തുള്ള ആളുകളെ കാണാണ്ടായി. ഇത് അവിടുത്തെ ആളുകൾ താമസിച്ച ഒരു മുറിയാണ്. ഒരുപാട് സ്ട്രോങ് ആയിട്ടാണ് ഇവിടുത്തെ ചുമരുകൾ പണിതിരിക്കുന്നത്. പക്ഷെ ഇവർ കാണാതായ ആ രാത്രി എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല വ്യക്തമായിട്ട്. ഇതിന്റെ നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇതിന്റെ ഒരു ചുമരിന്റെ മുകളിലേക്ക് കയറുകയാണ് ഞാൻ. എന്റെ കാലൊന്നും തെറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പരിക്കുകളാവും. കല്ലുകളൊക്കെ ഇളക്കി കിടക്കുകയാണ്. ഇതാണ് കുൽധാര ഗ്രാമം. 83-ഓളം ഗ്രാമങ്ങൾ പരന്ന് കിടക്കുകയാണ്. ഇവിടെ വീടുകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചുമരുകളും. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് വേറൊരു കാര്യമാണ്. ഇവിടെ ഇത്രയും വീടുകൾ പൊളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും ഇവരുടെ അമ്പലത്തിന് മാത്രം ഒന്നും പറ്റിയിട്ടില്ല. അതുപോലെ ഇവിടെയുള്ള ഗ്രാമമുഖ്യന്റെ വീടിനും ഒന്നും പറ്റിയില്ല. ഇവിടുത്തെ ഒരു നീചനായ രാജാവ് ഇവിടുത്തെ കുട്ടിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. അത് നടക്കാണ്ടിരിക്കാൻ നാട് വിട്ട് പോയതായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാജാവ് എല്ലാവരും ഇവിടെ കൊന്നിട്ട് കുഴിച്ചു മൂടിയതാണെന്നും പറയുന്നുണ്ട്. ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആളുകൾ പോലും രാത്രി ഇവിടെ വരാറില്ല. ദുരനുഭവം ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ സത്യം മനസ്സിലാക്കാൻ പറ്റാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാണ്. ശേഷം ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഗ്രാമങ്ങളിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് സൺസെറ്റ് കാണാനായിട്ട് വേറെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ അധികം ആൾക്കാർ ആരും ഇല്ല. സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന്. രാജസ്ഥാന്റെ ഒരു ഭാഗത്ത് ഭംഗിയാണെങ്കിൽ മറുഭാഗത്ത് നിഗൂഢതകളാണ്. ഈ വീഡിയോ ഒരുപാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് എടുത്ത വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായി ഞങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം.